സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ മഴക്കാല റൈഡിങ് തുടരുകയാണ്. ഗംഭീര മഴയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാകും. ക്യാമറയൊക്കെ നനഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയും കുട്ടിക്കാനം ഏരിയ തന്നെ ആയിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പലരും, ചിലർ കാണാത്തവരുണ്ട്, അവരെല്ലാം പോയി കാണുക. ഇതിപ്പോൾ കുട്ടിക്കാനത്ത് നിന്ന് മേമലയിലേക്ക് ഉള്ള യാത്രയാണ്. നിങ്ങളിൽ പലരും ടൈഫോയ്ഡ് എസ്റ്റേറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആ ടൈഫോയ്ഡ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടി മേമലയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. തുടക്കം തന്നെ പറയട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തുടക്കം തന്നെ ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏറ്റവും ഒടുവിൽ കണ്ട ശേഷം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാനും നിങ്ങളുടെ സഹായം ഉണ്ടാകണം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റൈഡിലേക്ക് കടക്കുകയാണ്. നമ്മൾ എന്താ പറയുക, മേമല പോകുന്നതിന് മുമ്പേ മഴയുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ 1-2 സ്പോട്ടുകൾ കൂടിയുണ്ട്, അവിടെ കൂടെ ഒന്ന് പോകാൻ നോക്കുന്നു. ഒന്ന് പൈൻ ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അത് പീരുമേട് റോഡിലാണ്. പീരുമേട് റോഡ് സൈഡിലാണ്. അപ്പോൾ അതൊന്ന് പോയി കാണണം എന്ന് വിചാരിക്കുന്നു. ആദ്യം ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഈ കുട്ടിക്കാനത്തുനിന്ന് 1-2 കിലോമീറ്ററിനുള്ളിലാണ് ഈ സ്ഥലം. നമ്മളിതാ കുട്ടിക്കാനത്ത് എത്തുന്നു, അതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. യെസ്, മുകളിൽ കാണാം യഥാർത്ഥത്തിൽ കണ്ട പൈൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ പാർക്കിങ്ങിനൊക്കെയുള്ള സ്ഥലമുണ്ട്, ഇവിടെ വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടുന്ന് പോവാം. ഇത് കൊള്ളാം കേട്ടോ, ഇത് ഗംഭീര പൈൻ ഫോറസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നിയത് ആളുകൾക്ക് ഫോട്ടോ, ഒരു മനുഷ്യരുടെ തിരക്കുമില്ല എന്നുള്ളതാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വാഗമണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പൈസ വെച്ചിട്ടാണല്ലോ. ഇതിപ്പോൾ എനിക്കൊന്ന് പ്രൈവറ്റ് ആയിരിക്കും. നിലവിൽ ആരും അവിടെ ചോദിക്കാനും പറയാനൊന്നുമില്ല. അതുകൊണ്ട് അത്രയും റോഡ് സൈഡിലാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ കയറി ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ കൊള്ളാം, രസമുണ്ട്. കുട്ടിക്കാനത്തെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ് ഇവിടുത്തെ മൊട്ടക്കുന്ന് എന്ന് പറയുന്നത്. പൈൻ ഫോറസ്റ്റ് ഉള്ളതുപോലെ തന്നെ മൊട്ടക്കുന്നും ഉണ്ടെന്ന് പറഞ്ഞു. മൊട്ടക്കുന്നിൻ്റെ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗൂഗിൾ മാപ്പിൽ കിട്ടും, അവൈലബിൾ ആണ്. അങ്ങനെ തന്നെ പോവാം. ടൗണിനടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ ദൂരം.
ഇവിടെയുണ്ട് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. ഓരോന്നിൻ്റെയും ലൊക്കേഷൻസ് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് ലെഫ്റ്റാണ് ഈ മൊട്ടക്കുന്നിലേക്കുള്ള വഴി എന്നാണ് കാണുന്നത്. അയ്യോ, പോലീസിൻ്റെ ആസ്ഥാനമൊക്കെ ഇവിടെയാണ്. എനിക്ക് തോന്നുന്നു KAPയുടെ ഒരാസ്ഥാനം ഇവിടെയാണ്. അതും കഴിഞ്ഞിട്ട് മുന്നോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. സ്പിരിച്വാലിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞ പള്ളിയുടെ ഒരു സെൻറ്റർ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കോടമഞ്ഞാണ് ഇവിടെ. അതാണ്, പക്ഷെ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ കോട ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഗംഭീര കോടയാണിപ്പോൾ. ഗൈസ്, അപ്പോൾ ഒരു രക്ഷയില്ല, അന്യായ കോട. അതിനിടയ്ക്കൊരു ഗംഭീര മഴ പെയ്തു, ആകെ എല്ലാം നനഞ്ഞു. കുട പോലും ഇല്ലാതെ നിന്നത്. ഇതാണ് പക്കാ മൺസൂൺ റൈഡ് എന്ന് പറയുന്നത്. ഫുള്ള് നനയുക എന്ന് പറഞ്ഞാലേ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ എക്യുപ്മെൻസും നനഞ്ഞ്. ഇപ്പം ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുണ്ട്. മുന്നിലുള്ള വണ്ടി പോലും കാണാൻ പറ്റില്ല കേട്ടോ. ഇതാ നമുക്ക്, നമ്മളിതാ മെയിൻ റോഡിലേക്ക് വീണ്ടും തിരിച്ചെത്തി.
അപ്പോൾ ഈ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് ബോണാമി ജംഗ്ഷൻ എന്നാണ് കാണിക്കുന്നത്. ബോണാമി എന്നാണ് ഇംഗ്ലീഷിൽ കാണിക്കുന്നത്. അതിന് വേറെ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളങ്ങനെ മേമല ലക്ഷ്യമാക്കി പോവുകയാണ്. ഒരു രക്ഷയില്ല. ഇടയ്ക്ക് മഴ, കോട, റോഡും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. മേമല എന്നുള്ള സ്ഥലമായി കേട്ടോ. എവിടുന്നോ ലെഫ്റ്റ് കയറിയാണ് പോകുന്നതെന്ന് കണ്ടിട്ടുണ്ട്. ഒരു അമ്പലത്തിൻ്റെ ആർച്ചൊക്കെ ഉണ്ടെന്നാണ് കണ്ടിട്ടുള്ളത്. ഈ ജംഗ്ഷനാണെന്ന് തോന്നുന്നു. ഈ ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. അതെ 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 അതെ, ശ്രീ മാരിയമ്മൻ ദേവി ക്ഷേത്രം. അപ്പോൾ ഇതാണ് റോഡ്. സത്യത്തിൽ എത്ര പോകാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം നല്ല റോഡൊന്നും അല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഒരുപാട് റിസ്ക് എടുത്തും പോവില്ല. എങ്ങനെയാണ് സാഹചര്യം നോക്കട്ടെ. അപ്പോൾ ഇതാണ് ഇപ്പുറത്ത് ഒരു അമ്പലമുണ്ട് കണ്ടോ. ടൈഫോയ്ഡ് എസ്റ്റേറ്റ് മേമല ശ്രീ ശിവക്ഷേത്രം. ഇതും കഴിഞ്ഞ് ഇങ്ങനെ പോവാം. ഇത് മേമല എസ്റ്റേറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത ഈ ഗംഭീരമായിട്ടുള്ള ഈ ഒരു തേയിലത്തോട്ടങ്ങളുണ്ട് എന്നുള്ളതാണ്. തേയിലത്തോട്ടം എത്ര നമുക്ക് കാണാൻ പറ്റും, വിസിബിൾ ആകും എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. അതാ നമുക്ക്. അപ്പോൾ നമ്മളിതാ ഏലപ്പാറയുടെ ജസ്റ്റ് ഒരു വ്യൂ കാണാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ടൈഫോയ്ഡ് എസ്റ്റേറ്റ്. ഇവിടെ വെഹിക്കിൾസിന് 200 രൂപ എമൗണ്ട് പെർമിറ്റ് 2 വീലറിനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് മുന്നോട്ട് ഒന്ന് പോയി നോക്കാം. ഒരു കാര്യമുള്ളത് ഇവിടേക്ക് ഒരു തവണ കൂടി വരണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു തവണ കൂടി നമ്മൾ ഈ വീഡിയോ ചെയ്യും കേട്ടോ. കാരണം ഈ കോട മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച അല്ലാതെ ഇതിനൊരു വ്യൂ ഉണ്ട്. ആ വ്യൂ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും രസമായി ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. നമ്മുടെ ഏലപ്പാറ, വാഗമൺ ഏലപ്പാറ ഒരു യാത്രയുണ്ടായിരുന്നു. ആ യാത്രയിൽ നമുക്ക് ഈ ടൈഫോയ്ഡ് എസ്റ്റേറ്റിൻ്റെ ഒരു സൈഡ് കാണാം. ഇത് അതിൻ്റെ ഉൾഭാഗത്തൂടെ ഏതാണ്ട് നടുവിൽ കൂടിയുള്ള ഒരു റോഡാണെന്ന് തോന്നുന്നു, നമുക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ബമ്പാണ്. അടിപൊളി. ഇവിടെ ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു. അടിപൊളി. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് പറ്റുമെങ്കിലൊന്ന് ഡ്രോണൊന്ന് കറക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ പുറത്തെടുക്കാൻ പോലും പറ്റിയില്ല. പക്ഷെ ഭയങ്കര കാറ്റാണ്. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ല. ഡ്രോൺ വരെ ഒന്ന് പിടിച്ചു നിൽക്കുന്നില്ല. നമ്മൾ കഴിയുന്ന ദൂരം കുറച്ച് പോകാമെന്ന് വെച്ചിട്ടാണ്. കോടയും ഇല്ല. വെച്ചാൽ കോടയാണ്, കോടയില്ല എന്നല്ല, കോട മഴ എല്ലാം കൂടി. ഇതിലൊരു എൻട്രൻസിലേക്ക് ഇതാ എത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ എത്തും, നോക്കട്ടെ. ഇവിടെ സൈഡിൽ കൂടെ നല്ല തോട് ഒഴുകുന്നുണ്ട്. അത് നല്ല രസമുള്ള കാഴ്ചയാണത്. അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ 200 രൂപ ഫീസ് എടുക്കണം എന്നുള്ളതാണ്.
ഇതിനപ്പുറത്തേക്കാണ് പ്രവേശനം ഇല്ലാത്തത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് റോഡ് മെയിൻ്റനൻസ് ചാർജസ് കളക്ഷൻ പോയിന്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. 2 വീലർ 3 വീലർ 200 രൂപ, 4 വീലർ 500. ഇവിടെ ഇങ്ങനൊരു അരുവിയുണ്ട് കേട്ടോ. പലയിടത്തായിട്ട് വരുന്ന അരുവികൾ ഇതാ ഇവിടേക്ക് എത്തുകയാണ്. അത് രസമാണ്. ശരിക്കും മഴയാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ വിഷ്വല് നിങ്ങൾക്കൊരു നല്ല കാഴ്ചയൊന്നും തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു എന്നുള്ളതാണ്. ഗംഭീര ലുക്കല്ലേ ഇവിടം, അടിപൊളി. കോട ഇങ്ങനെ ഇറങ്ങി പോകുന്ന നോക്കി. ഒരു രക്ഷയില്ല. ഇവിടെ ഒരു കുഞ്ഞരുവി. ഇപ്പം നല്ല തെളിച്ചമുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തെളിച്ചം മാറുമെന്ന് അറിയില്ല. നോക്കട്ടെ, ഒരു എടുത്തു നോക്കാം. വീണ്ടും നമ്മൾ തിരിച്ച് ഈ റോഡിലെത്തി, മെയിൻ റോഡിലെത്തി, കുട്ടിക്കാനം മേലപ്പാറ റോഡിലെത്തി. ഇതൊരു ചെറിയ വീഡിയോ ആണ്, അപ്പോൾ തൽക്കാലം ഇതിവിടെ അവസാനിപ്പിക്കാൻ നോക്കുന്നു. കാരണം കൂടുതൽ വിഷ്വൽസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഇതിൽ കൃത്യമായിട്ട് പറയുക. അപ്പോൾ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.